വൈകുന്നേരം വിജയലക്ഷ്മിയും എല്ലാവരും തിരികെ വരുമ്പോൾ മുത്തശ്ശൻ ഉച്ചയ്ക്ക് നടന്നത് അവരോടായി പറഞ്ഞു. ഭവാനിയും ലക്ഷ്മിയും വൈഷുവും വരുമ്പോൾ നീരുവെച്ച കവിളോടെ ഇരിക്കുന്ന രുദ്രയെ കണ്ടതും ഒരുപാട് സങ്കടം വന്നു. ലക്ഷ്മി അപ്പോൾ തന്നെ കല്യാണിയോട് ചോദിക്കാൻ പോകാൻ നിന്നെങ്കിലും രുദ്ര തടഞ്ഞു. ഒപ്പം ഭദ്രയോടും പറയരുതെന്നും. വിജയലക്ഷ്മി രുദ്രയുടെ കവിളിൽ ഒരു ഓയിൻമെൻ്റ് ഇട്ടുകൊടുത്ത ശേഷം കിടക്കാൻ പറഞ്ഞുകൊണ്ട് മൂവരും താഴേക്ക് വന്നു. എന്നാൽ വൈഷുവിന് കല്യാണിയോടുള്ള ദേഷ്യം കൂടി. അമ്മ പറഞ്ഞില്ലെങ്കിലും ഏട്ടനോട് പറഞ്ഞ് അവർക്കിട്ടൊന്ന് പൊട്ടിക്കണമെന്ന് തന്നെ കണക്കുകൂട്ടി. രാത്രി ബദ്രി വരുമ്പോൾ മുൻപിൽ ഭവാനിയും മുത്തശ്ശനും ലക്ഷ്മിയും ഉണ്ടായിരുന്നു. ബദ്രി അവരെയെല്ലാം നോക്കി ചിരിച്ച ശേഷം അകത്തേക്ക് പോകാനാഞ്ഞതും വിജയലക്ഷ്മി അവനെ നോക്കി പറഞ്ഞു, മോൾക്ക് നല്ല തലവേദന കാരണം ഉറങ്ങുക. ഇന്നത്തേക്ക് നീയായിട്ട് വിളിക്കാൻ നിൽക്കണ്ട കേട്ടോ. അതിനൊന്നും മിണ്ടാതെ ബദ്രി മുകളിലേക്ക് കയറി ചെന്നതും അവിടെ അവനെ കാത്തു വൈഷു നിൽപ്പുണ്ടായിരുന്നു. നിനക്കെന്താ, പഠിക്കാനൊന്നുമില്ലേ? ഞാൻ പഠിക്കുമായിരുന്നു. പിന്നെ ഏട്ടൻ വന്നതറിഞ്ഞ് ഏട്ടനെ കാണാൻ വേണ്ടി വന്നതാ ഇവിടെ. എന്താ, എന്തേലും ഉടായിപ്പ് ഒപ്പിച്ചോ നീ? ഏയ്, ഏട്ടൻ്റെ വൈഷുമോൾ അങ്ങനെ ചെയ്യുമോ? പിന്നെ ബദ്രി അത് ചോദിക്കുമ്പോൾ വൈഷു ഉച്ചയ്ക്ക് നടന്നതെല്ലാം ബദ്രിയോട് വള്ളിപുള്ളി തെറ്റാതെ പറഞ്ഞു കൊടുത്തു. ബദ്രിയുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. അവൻ അവളോടൊന്നും പറയാതെ റൂമിലേക്ക് പാഞ്ഞു ചെന്ന് അവിടെ രുദ്ര കിടക്കുന്നുണ്ടായിരുന്നു. ബദ്രി അവൾക്കെടുത്തക്കായി വന്നു. ഉള്ളിലെ ദേഷ്യമൊന്ന് നിയന്ത്രിച്ചുകൊണ്ട് അവളെ വിളിച്ചു. രുദ്ര. അവൾ കണ്ണു തുറന്ന് തിരിഞ്ഞു കിടക്കുമ്പോഴും അവനെ തിരിഞ്ഞു നോക്കിയില്ല. ബദ്രിക്ക് നന്നായി തന്നെ ദേഷ്യം വന്നിരുന്നു. അവൻ വന്നിട്ടും അവൻ്റെ സാമീപ്യം അറിഞ്ഞിട്ടും അവൾ തിരിഞ്ഞു നോക്കാത്തതിൽ അവൻ വീണ്ടും വിളിച്ചു, രുദ്ര. ഇപ്രാവശ്യം രുദ്ര ബെഡിൽ നിന്നും എഴുന്നേറ്റു. അവനെ നോക്കാതെ ബെഡിലേക്ക് മിഴികൾ ഊന്നിയിരുന്നു. നീ എന്താ, ഞാൻ വിളിച്ചത് കേട്ടില്ലേ? ഞാൻ ഉറങ്ങിപ്പോയി, അതാ. നീ എന്താ എൻ്റെ മുഖത്ത് നോക്കാത്തേ? തലവേദനയാ, അതാ ഞാൻ. തലവേദന വന്ന മുഖത്ത് നോക്കില്ലെന്നുണ്ടോ? അവളൊന്നും മിണ്ടാതെ അതുപോലെ തന്നെ മിഴികൾ ബെഡിലേക്ക് നോട്ടമിട്ടിരുന്നു. നീ എന്നെ നോക്കുന്നുണ്ടോ ഇല്ലയോ? വീണ്ടും മൗനം. നിന്നോടല്ലടി പൊന്ന മോളെ ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞത്. ബദ്രി ദേഷ്യത്തിൽ അലറിയതും പേടിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി. അപ്പോഴാണ് ശരിക്കും ബദ്രി രുദ്രയുടെ മുഖം കാണുന്നത് തന്നെ. ഒരു സൈഡ് കവിൾ നീര് പിടിച്ചതോടൊപ്പം കല്യാണിയുടെ കൈവിരലും പതിഞ്ഞിട്ടുണ്ട്. പോരാത്തതിനെ ചുണ്ടും മുറിഞ്ഞ് വീർത്തിട്ടുണ്ട്. ഇതെന്താ പറ്റിയ നിന്റെ മുഖത്ത്? അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി നിന്നു. ചോദിച്ച കേട്ടില്ലടി ഇതെന്താ പറ്റിയെന്ന്. അത് പിന്നെ നീ ഒന്നും പറയണമെന്നില്ല. ഇത് ചെയ്തതാരോ അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചോളാം ഞാൻ. അത്രയും പറഞ്ഞ് ബദ്രി ദേഷ്യത്തിൽ അവളുടെ കൈ പിടിച്ചു വലിച്ച് ഹാളിൽ കൊണ്ടുവരുമ്പോൾ എല്ലാവരും അവരെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ബദ്രിക്ക് പിന്നാലെ വൈഷവും അവിടെ എത്തുമ്പോൾ വിജിത്ത് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വിജിത്ത് അവൾക്കടുത്തേക്കായി നിന്ന് എന്തെന്ന് ചോദിക്കുമ്പോൾ വൈഷു അവൻ്റെ ചെവിയോരം ചേർന്ന് നിന്ന് പറഞ്ഞു, കാണാൻ പോകുന്ന പൂരം പറയുന്നതിനേക്കാൾ നേരിട്ട് കാണുന്നതല്ലേ ഏട്ടാ നല്ലത്. അതും പറഞ്ഞ് അവൾ ചിരിക്കുമ്പോൾ വിജിത്ത് ഒന്നും മനസ്സിലാവാതെ നിന്നു. എന്നാൽ ഉച്ചത്തിൽ അവൻ ചെറിയമ്മയെന്ന് അലറിയതും എല്ലാവരും ഞെട്ടി. എന്തിനേറെ റൂമിൽ ഫോണിൽ നോക്കിയിരുന്ന കല്യാണി വരെ ഞെട്ടി. മോനെ ബദ്രി, വേണ്ടടാ. അവളുടെ സ്വഭാവം അറിയാവുന്നതല്ലേ, നിനക്കിപ്പോഴത്തേക്കൊന്ന് ക്ഷമിക്കുന്നേ. അമ്മ ഇതിൽ ഇടപെടേണ്ട, എനിക്കറിയാം എന്ത് വേണമെന്ന്. ബദ്രി അത് പറയുമ്പോൾ ഇനി അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവരൊന്നും പറയാൻ പോയില്ല. ചെറിയമ്മേ, മര്യാദയ്ക്ക് നിങ്ങളായിട്ട് ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ടേക്ക് വരണോ? ഞാൻ അങ്ങോട്ടേക്ക് വന്ന എന്താവും നടക്കുക എന്നറിയാലോ നിങ്ങൾക്ക്. ഏട്ടാ, ഞാൻ പോയി വിളിക്കണോ ചെറിയമ്മേ? വൈഷു അവനെ നോക്കി ചോദിച്ചതും ബദ്രി പറഞ്ഞു, വേണ്ട, അവർ തന്നെ വന്നോളൂ ഇങ്ങോട്ട്. അത് പറഞ്ഞ് മുന്നിലേക്ക് നോക്കുമ്പോൾ സ്റ്റെപ്പിറങ്ങി മെല്ലെ വരുന്ന കല്യാണിയെയാണ് കണ്ടത്. അവർക്കറിയാം വന്നില്ലെങ്കിൽ അവൻ അവിടെ വന്ന് തന്നെ തല്ലിക്കൊല്ലുമെന്നും. ഉള്ളിലെ പതർച്ച പുറത്ത് കാണിക്കാതെ തന്നെ അവർ ചോദിച്ചു, എന്തിനെന്നെ വിളിച്ചേ? നിങ്ങൾ എന്തിനെ ഇവളെ തല്ലിയേ? തല്ലുകൊള്ളിത്തരം കാണിച്ച തല്ലാതെ പിന്നെ ഇവളെ പിടിച്ച് ഞാൻ പൂജിക്കണോ? ബദ്രി രുദ്രയെ നോക്കി ചോദിച്ചു. ഞാൻ നിന്റെ ആരാ? അവൾ അവനെ അമ്പരന്ന് നോക്കി. ചോദിച്ചത് കേട്ടില്ല നീ? ഞാൻ നിന്റെ ആരാന്ന്? എന്നെ താലി ചാർത്തിയ എൻ്റെ ഭർത്താവ് ആണല്ലോ. അപ്പോൾ പിന്നെ നിന്നെ വഴക്ക് പറയാനും തല്ലാനും വേണ്ടി വന്ന കൊല്ലാനും വരെ അവകാശമുള്ളത് ആർക്കാ? എനിക്കാണോ ആ നിൽക്കുന്ന അവർക്കാണോ? ബദ്രിയേട്ടന്. അപ്പം പിന്നെ ഞാനല്ലാതെ ആരെങ്കിലും നിനക്ക് നിന്റെ ദേഹം നോവുന്നത് പോലെ എന്തെങ്കിലും തന്നാ അത് വാങ്ങാൻ പാടുണ്ടോന്ന് അവളില്ലെന്ന് തലയാട്ടി. എങ്കിൽ നിനക്ക് എന്താണോ തന്നത് അത് തിരിച്ച് അതുപോലെ തന്നെ കൊടുക്ക്. അത് കേട്ടതും കല്യാണി ഒന്ന് ഞെട്ടി. അത് പിന്നെ അത് ശരിയല്ല, രുദ്ര പറഞ്ഞു. അപ്പം നിന്നെ അടിച്ചത് ശരിയെന്നാണോ പറയുന്നേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം,
എൻ്റെ ഭാര്യയാണ് നീയെങ്കിൽ നിന്റെ ദേഹത്ത് ഞാനല്ലാതെ വേറെ ആരും കൈവയ്ക്കാൻ പാടില്ല. അതെനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നീ എൻ്റെ ഭാര്യയാണെങ്കിൽ തിരിച്ചിപ്പോൾ ഈ നിമിഷം അവരെ തല്ലണം. ഇല്ലെങ്കിൽ അറിയാലോ, ഞാൻ അവരെ തല്ലും. അങ്ങനെ വന്നാൽ അവരുടെ പൊടി പോലും ബാക്കി കാണില്ല. അതുകൊണ്ട് തല്ല്. നീ കൊടുക്കുമോ അതോ ഞാൻ കൊടുക്കണോ? എന്നിട്ടും അവൾ മടിച്ചു നിൽക്കുന്നത് കണ്ടതും ബദ്രി അവൾക്ക് നേരെ ചീറി. നീ തല്ലുന്നോ അതോ നിന്നെ ഞാൻ തല്ലണോ? അത് കേട്ടതും രുദ്ര പിന്നെ ഒന്നും ആലോചിക്കാതെ അവരുടെ മുന്നിൽ ചെന്ന് കണ്ണടച്ചു നിന്നു. കാരണത്തൊരടി കൊടുത്തു. പക്ഷെ അത് സ്ട്രോങ് ആയിക്കൊണ്ടിരുന്നില്ല. പക്ഷെ എല്ലാവർക്കും മുൻപിലും അവൾ അവരുടെ കരണം തടിച്ചത് അവർക്ക് അപമാനമായി തോന്നി. ഉള്ളിൽ ബദ്രിയോടും അവളോടുമുള്ള ദേഷ്യം നുരഞ്ഞു പൊങ്ങി. പക്ഷേ ഈ നിമിഷം പ്രതികരിച്ചാൽ ആപത്തായതുകൊണ്ട് അവരൊന്നും മിണ്ടിയില്ല. നീ എന്താ ഈച്ചയെ അടിച്ചതാണോ അതോ അവരുടെ കവളിൽ പറ്റിയ പൊടി തട്ടിക്കളഞ്ഞതോ? നീ അടിക്കുമ്പോൾ അതിൻ്റെ ശബ്ദം ഈ ചുവരുകൾക്കുള്ളിൽ മുഴങ്ങണം. ഒപ്പം നിന്റെ 5 വിരലുകളും അവരുടെ കരണത്ത് പതിക്കുകയും വേണം. ഇല്ലെങ്കിൽ അതുപോലെ ഒന്ന് ഞാൻ നിനക്കാവും തരുക. പിന്നെ രുദ്ര മുന്നും പിന്നും നോക്കാതെ ആഞ്ഞു കരണത്ത് ഒറ്റയടി കൊടുത്തു. ആ അടി ബദ്രി പറഞ്ഞ പോലെ അവിടെ മുഴങ്ങുകയും ഒപ്പം അവളുടെ കൈ പതിയുകയും ചെയ്തു. ഹൈവ, ഇപ്പോഴാണ് നീ ശരിക്കും എൻ്റെ ഭാര്യയായത്. അത്രയും പറഞ്ഞ് ബദ്രി കല്യാണിയെ നോക്കി. ഇനി നിങ്ങൾ ഇവളുടെ ദേഹത്ത് കൈവച്ച ആ കൈ ഞാനിങ്ങെടുക്കും. അറിയാലോ എന്നെ, പറഞ്ഞതാ. അത്രയും പറഞ്ഞ് അവരെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് ബദ്രി അവിടെ നിന്ന് പോയിരുന്നു. കല്യാണി എല്ലാവരെയും നോക്കി പറഞ്ഞു, ഇതിനനുഭവിക്കും ഇവളും നിങ്ങളും ഓരോരുത്തരും. ആയിക്കോട്ടെ, ആദ്യം വേദന മാറാൻ പോയി വല്ല ഗുളികയും കഴിച്ചുറങ്ങാൻ നോക്കി ചെറിയമ്മേ. വിജിത്ത് അവരെ നോക്കി പറയുമ്പോൾ അവർ അവനെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് നടന്നു പോയിരുന്നു. ശരിക്കും അവർ ചെറിയമ്മയല്ല, ഏട്ടൻ പറഞ്ഞതുപോലെ ചെറിയമ്മ തന്നെയാ. അത് പറയുമ്പോൾ രുദ്ര ഒഴിച്ച് ബാക്കി എല്ലാവരും ചിരിച്ചിരുന്നു. ഭവാനി നാളെ വൈകുന്നേരം തിരിച്ചു പോകുന്നെന്ന് പറഞ്ഞതും 2 ദിവസം കൂടി അവിടെ നിൽക്കാൻ എല്ലാവരും പറഞ്ഞു നോക്കി. എന്നാൽ ഇനിയും നിന്ന് ആകാശ് അറിഞ്ഞ് പ്രശ്നമായാലോ എന്ന് കരുതി അവർ പിറ്റേന്ന് തന്നെ പോകാമെന്ന് പറഞ്ഞു. ഭവാനി പോകുന്നെന്ന് പറഞ്ഞതും രുദ്ര അന്ന് അവർക്കൊപ്പം കിടക്കാമെന്ന് പറഞ്ഞു കിടന്നു. എന്നാൽ ഇതേ സമയം രുദ്രയെ കാത്ത് റൂമിലിരിക്കുകയായിരുന്നു ബദ്രി. ഏറെ നേരമായും രുദ്രയെ കാണാതെ വന്നതും ബദ്രി താഴേക്ക് വന്നു. താഴെ മൊത്തത്തിൽ ഇരുട്ട് നിറഞ്ഞതുകൊണ്ട് എല്ലാവരും കിടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അവൻ കയ്യിലിരുന്ന ഫോൺ ലൈറ്റ് ഓണാക്കി ഭവാനി കിടന്ന റൂമിലേക്ക് നടന്നു. ഡോർ അകത്തുനിന്നും ലോക്കല്ലാത്തതിനാൽ ബദ്രി ഡോർ അകത്തുനിന്ന് തുറന്ന് അകത്ത് കയറിയിരുന്നു. അവിടെ ഫോണിൻ്റെ വെട്ടത്തിൽ കണ്ടു ഭവാനിയെ ചുറ്റിപ്പിടിച്ചുറങ്ങുന്ന രുദ്രയെ. ഒരു നിമിഷം കുഞ്ഞു കുട്ടികളെ പോലെ ഉറങ്ങുന്ന രുദ്രയെ തന്നെ നോക്കി നിന്നു. അതിനുശേഷം ഡോറടച്ച് പുറത്തേക്ക് ഇറങ്ങിയതും തന്നെ ഹാളിലെ ലൈറ്റ് ഓണായി. ഒപ്പം ബദ്രിയെ നോക്കി കൈകൾ പിണഞ്ഞു കെട്ടി മുന്നിൽ നിൽക്കുകയായിരുന്നു വിജിത്ത്. എന്നാൽ വിജിത്തിനെ കണ്ടിട്ടും ബദ്രി കാണാതെ പോകാൻ തുടങ്ങിയതും വിജിത്ത് ചോദിച്ചു, ഏട്ടനെന്താ ഈ ഇരുട്ടത്തിൽ ലൈറ്റില്ലാതെ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നെന്ന് അറിയാനാണോ നീ ഉറക്കം പോലും കളഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാ. അപ്പോഴാ ചെറിയ വെളിച്ചത്തിൽ ഒരു നിഴലനക്കം കണ്ടത്. അതാ ലൈറ്റിട്ട് നോക്കിയത്. അപ്പോഴല്ലേ ഏട്ടൻ ഇവിടെ നിൽക്കുന്നത് കണ്ടത്. നീ വെള്ളം കുടിക്കാൻ വന്നതാണെങ്കിൽ കുടിച്ചിട്ട് പോയി കിടക്കാൻ നോക്ക്. അത്രയും പറഞ്ഞ് ബദ്രി പോകാൻ നിന്നതും വിജിത്ത് പറഞ്ഞു, ഞാൻ വെള്ളം കുടിച്ചിട്ട് പോയിക്കോളാം. പക്ഷേ ഏട്ടൻ എന്തിനാ ഈ രാത്രിയിൽ ഇവിടെ വന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ല. അറിഞ്ഞിട്ടേ ഉറങ്ങൂ എന്നാണെങ്കിൽ നിന്നെ ഈ രാത്രി ഉറങ്ങാതിരിക്കാൻ കണക്കിന് നിന്റെ കാരണം നോക്കിയൊന്ന് തരാം ഞാൻ. അത് വേണ്ടെങ്കിൽ പോയി കിടക്കാൻ നോക്ക്. അല്ലേലും ഞാൻ വല്ലതും കാര്യമുള്ള കാര്യം ചോദിച്ചാൽ വായടപ്പിച്ച് മറുപടി പറഞ്ഞല്ലേ ഏട്ടൻ്റെ ശീലം. ബദ്രി കേൾക്കാത്ത രീതിക്ക് മെല്ലെ പറഞ്ഞു, നീ വല്ലതും പറഞ്ഞായിരുന്നോ? ഞാനൊന്നും പറഞ്ഞില്ല. എന്നെ എന്ത് നോക്കി നിൽക്കുവാ, പോയി കിടന്നുറങ്ങിക്കൂടെ? ബദ്രി അത് പറയുമ്പോൾ വിജിത്ത് പിന്നെ അവിടെ അധികം നിൽക്കാതെ മുകളിലേക്ക് പോകുമ്പോൾ അവൻ്റെ പിന്നാലെ ഹാളിലെ ലൈറ്റ് ഓഫാക്കി ബദ്രി അവൻ്റെ റൂമിലേക്ക് പോയിരുന്നു. ബദ്രി രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോകാനായി വരുമ്പോഴും അവൻ്റെ കണ്ണുകൾ രുദ്രയ്ക്ക് വേണ്ടി തിരഞ്ഞു. എന്നാൽ അവളെ അവിടെ എങ്ങും കണ്ടിരുന്നില്ല. മോനെ. ബദ്രി തിരിഞ്ഞു നോക്കുമ്പോൾ മുന്നിൽ ഭവാനി. അവൻ അവരെ നോക്കിയൊന്ന് ചിരിച്ചു. ഞാൻ ഇന്ന് വൈകുന്നേരം തിരിച്ച് നാട്ടിലേക്ക് പോകുക. അതെന്താ പെട്ടെന്ന് തിരിച്ചു പോകുന്നേ? 2 ദിവസം കൂടെ നിന്നിട്ട് പോയാൽ പോരെ? ഇല്ല മോനെ, മോനറിയാതെയാ ഇങ്ങോട്ട് വന്നത്. ഇനിയും ഇവിടെ നിന്ന് അവനെങ്ങനെയെങ്കിലും അറിഞ്ഞാൽ അത് പിന്നെ പ്രശ്നമാ. ഇനി മോനെയും മോളെയും ഇതുപോലെ വന്ന് കാണാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷേ മോന് ധൈര്യമായി അവളെയും കൂട്ടി അങ്ങോട്ടേക്ക് വരാൻ കഴിയും. കാരണം ഇപ്പോൾ എൻ്റെ കുട്ടി പഴയ പോലെ ഒറ്റയ്ക്കല്ലല്ലോ. കൂട്ടിന് മോനെ പോലെ ചോദിക്കാനും പറയാനും തൻ്റെ ഇടമുള്ള ഒരാളെ തന്നെ കൊടുത്തില്ലേ? എങ്ങനെ പോകുന്നേ വൈകുന്നേരം?
ഋഷിയെയോ അപ്പൂനെയോ വിളിച്ചു പറയാനിരിക്കുക. റെയിൽവേ സ്റ്റേഷൻ വരെ അവർ രണ്ടാളും എന്നെ ആക്കിക്കോളും. അവിടുന്ന് പിന്നെ ഞാൻ പൊയ്ക്കോളാം മോനെ. തൽക്കാലം അവരെ വിളിക്കണ്ട, ഞാൻ കൊണ്ടുപോയി ആക്കിക്കോളാം. അത് വേണ്ട മോനെ, മോന് ജോലി തിരക്കൊക്കെ ഉള്ളതല്ലേ. അതൊന്നും ഓർത്ത് ആൻറ്റി വിഷമിക്കേണ്ട, ഞാൻ നേരത്തെ വരാൻ നോക്കാം. പിന്നെ അവളോടും റെഡിയായി നിൽക്കാൻ പറഞ്ഞേക്കൊന്ന്. അത്രയും പറഞ്ഞു പോകുമ്പോൾ അവർ അവനെ തന്നെ അതിശയത്തോടെ നോക്കി നിന്നു. വൈഷുവിന് സ്കൂളിൽ പോകാൻ തലമുടി കെട്ടിക്കൊടുക്കുകയായിരുന്നു രുദ്ര. ഏട്ടത്തി, ദേ ഇവിടെ ശരിയായില്ല, കണ്ടോ ഇവിടുത്തെ മുടി ഇളകി നിൽക്കുന്നേ. ഇതും കൂട്ടി 10ാമത്തെ തവണയാ നീ എന്നെ മുടി അഴിപ്പിച്ച് കെട്ടുന്നത്. ഇത് ലാസ്റ്റ്. ഇനി നീ അവിടെ ശരിയായില്ല ഇവിടെ ശരിയായില്ല എന്നെങ്ങാനും പറഞ്ഞ നിന്റെ തല മൊട്ടയടിപ്പിക്കും ഞാൻ, പറഞ്ഞേക്കാം. എനിക്കറിയാം രാവിലെ ഏട്ടനെ കാണാൻ പറ്റാത്തതിലുള്ള വിഷമ ഏട്ടത്തി ഇതൊക്കെ പറയുന്നേ. ആണെന്ന് തന്നെ കൂട്ടിക്കോ. അത്രയും പറഞ്ഞ് അവളുടെ തലമുടി വേഗം കെട്ടിയിട്ട് രുദ്ര അവളെ കനപ്പിച്ചു നോക്കി. അത് കണ്ടതും വൈഷുവിന് നല്ല ചിരി വന്നു. അവൾ രുദ്രയുടെ വീർപ്പിച്ച കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ നോക്കുന്ന ഏട്ടത്തിയെ കാണാനേ നല്ല രസമുണ്ട്, എൻ്റെ ചുന്ദരി ഏട്ടത്തി. അപ്പോഴേക്കും ഭവാനി അങ്ങോട്ടേക്ക് വന്നിരുന്നു. ആ മോളിതുവരെ റെഡിയായി തീർന്നില്ലേ? താഴെ സ്കൂൾ ബസ് വന്ന് നിൽപ്പുണ്ട്. എന്നാ വന്നിട്ട് കാണാമേ ഏട്ടത്തി. ആൻറ്റി ബായ്. അത്രയും പറഞ്ഞ് അവൾ താഴേക്ക് ഓടുമ്പോൾ ഭവാനി രുദ്രയെ നോക്കി പറഞ്ഞു, ആ മോളി, മാമൻ നിന്നോടൊരു കാര്യം കൂടെ പറയാനാ വന്നേ. ബദ്രിമോൻ റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. മോളോട് വൈകുന്നേരം മോൻ വരുമ്പോൾ റെഡിയായി നിൽക്കാനും പറഞ്ഞു. അപ്പോൾ ഏട്ടൻ പോയി ഓഫീസിൽ? മോൻ നേരത്തെ പോയല്ലോ, എന്തേ മോള് കണ്ടില്ലേ? ഇല്ല. അത് പറയുമ്പോൾ രുദ്രയുടെ മുഖം വാടിയിരുന്നു. ഹരീന്ദ്ര, അത് വേണോ? അവനും എൻ്റെ മോനല്ലടാ, നിന്റെ ഒരേ ഒരു അനിയൻ. ഇപ്രാവശ്യത്തേക്ക് അവനെ വെറുതെ വിട്ടേക്ക്. ഇതും കൂടി എത്രാമത്തെ തവണയോ അവൻ്റെ എടുത്തുചാട്ടം കൊണ്ട് ബദ്രയുടെ മുൻപിൽ തോൽക്കേണ്ടി വരുന്നത്. ഇതിനു മുൻപ് ഞാൻ പറഞ്ഞതാണ് എന്നോട് ചോദിക്കാതെ എടുത്തുചാടിയൊന്നും ചെയ്യരുതെന്ന്. ഞാനില്ലെങ്കിൽ തന്നെ അവിടെ ഡാഡി ഉണ്ടല്ലോ. എന്നിട്ട് അവൻ ഡാഡിയോടെങ്കിലും ഒരു വാക്ക് ചോദിച്ചോ? ഇല്ലല്ലോ. പിന്നെ ഹരീന്ദ്രനെന്ന് ഞാൻ പറയുന്നത് അനുസരിക്കാത്തത് ആരായാലും ശരി, അത് സ്വന്തം രക്തബന്ധമായാൽ പോലും മരണം ശിക്ഷയേക്കാൾ കുറഞ്ഞ മറ്റൊരു ശിക്ഷയില്ല. ഇനിയും ഇവന് വാണിംഗ് കൊടുത്തുകൊണ്ടേയിരുന്നാൽ വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചു. സത്യങ്ങളെല്ലാം ബദ്രി അറിയാൻ ഇവൻ തന്നെ നിമിത്തമായെന്ന് വരാം. അതുണ്ടാവാൻ പാടില്ല. ഇപ്പോഴത്തേക്ക് എന്നെയും അമ്മയെയും ഓർത്ത് നീ ക്ഷമിക്കുക. നീ എപ്പോഴും അവൾക്കടുത്തോ എനിക്കൊപ്പമോ അധികം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് തരേണ്ട സ്നേഹം പോലും കൂടുതൽ കൊടുത്ത് ലാളിച്ചു വളർത്തിയ ഞാനും നിന്റെ മമ്മയും ഹർഷനെ വളർത്തിയത്. അതിൻ്റെ ചില പോരായ്മകൾ അവനുണ്ട്, അതല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അന്ന് ബദ്രി അവനോട് കാണിച്ചത് അവൻ ഇതുവരെ മറന്നിട്ടില്ലായിരുന്നു. അതിൻ്റെ ചൂടിൽ ഓരോന്ന് കാണിച്ചു കൂട്ടിയതവൻ. എന്നിട്ടെന്തായി? ബദ്രിയുടെ കയ്യിൽ നിന്നും കാര്യത്തിന് വാങ്ങിക്കൂട്ടി ഹോസ്പിറ്റലിൽ എണീക്കാൻ വയ്യാതെ കിടക്കുവല്ലേ? ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആവുമ്പോൾ തന്നെ ഞാൻ അവനെ മുംബൈക്ക് വിട്ടോളാം, ഇല്ലെങ്കിൽ വേറെ എങ്ങോട്ടേലും. ഇത്തവണ നീ അവനോട് ക്ഷമിച്ചേക്ക്. ഡാഡി പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് മാത്രം ഇപ്പോഴത്തേക്ക് ഞാൻ വെറുതെ വിടുന്നു. പക്ഷേ ഇനി ഇതുപോലെ അവൻ ആവർത്തിച്ച ഞാൻ ഡാഡിയോട് പോലും പറയാതെ അനിയനെന്ന് പോലും നോക്കാതെ തീർത്ത് കളയും അവനെ. അത്രയും പറഞ്ഞ് കയ്യിലിരുന്ന ഫോൺ ആ ഇരുട്ട് റൂമിലെ ചുവരിൽ ദേഷ്യത്തിൽ എറിഞ്ഞുടച്ചു. പുറത്തുനിന്നും അവനെ ആരോ വിളിച്ചു. കണ്ണാ, നീ എവിടെയാ? ഞാൻ എവിടെയുണ്ട് മുത്തശ്ശി, വരുവാ. അത്രയും നേരം രാക്ഷസനായി പെരുമാറിയവൻ പെട്ടെന്ന് സൗമ്യനായി. പക്ഷെ അവൻ്റെ സൗമ്യമായ പെരുമാറ്റം ആ വീട്ടുകാരെയും ഗ്രാമത്തെയും ഒന്നടങ്കം നശിപ്പിക്കാൻ വന്ന കാലൻ്റെ ശബ്ദമാണെന്ന് അവരാരും തിരിച്ചറിയാതെ അവനെ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു. ഋഷി വിളിച്ച പ്രകാരം അവനെ കാണാൻ വന്നതായിരുന്നു വിശാൽ. നീ എന്താ ഋഷി എന്നെ പെട്ടെന്ന് കാണേണ്ട അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് വിളിപ്പിച്ചത്? ഇവിടെ വന്നിട്ടാണെങ്കിൽ നീ ഒന്നും പറയുന്നുമില്ല. മുന്നിലിരുന്ന ചാർജ് ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ട് വിശാൽ ചോദിച്ചു. ഞാൻ പറയാൻ വന്നതേ രുദ്രയെ പറ്റിയാണ്. അവൾക്കെന്താ, വീണ്ടും എന്തേലും പറ്റിയോ? ഇല്ല വിശാൽ, അവൾക്കൊന്നും പറ്റിയില്ല. പിന്നെ ഇനിയും നീ രുദ്രയെ മോഹം മനസ്സിലിട്ട് നടക്കരുതെന്ന് പറയാനാ ഞാൻ വന്നേ. നീ എന്തൊക്കെയാ ഋഷി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പറയാം. വിശാലിന് അറിയാവുന്നതല്ലേ ഞങ്ങൾ രുദ്രയെ എന്തുമാത്രം സ്നേഹിക്കുന്നെന്ന്. അതുകൊണ്ട് അവളുടെ സന്തോഷമാണ് ഞങ്ങളുടെയും സന്തോഷം. അറിയാതെയോ അറിഞ്ഞോ ആണെങ്കിൽ കൂടി ഒരു പരിധിവരെ വിശാലിൻ്റെ ഉള്ളിൽ രുദ്രയോടുള്ള ഇഷ്ടം കൂട്ടാനും ഞങ്ങളും ഒരു കാരണക്കാരാണ്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടോ അത് തെറ്റായി പോയിരുന്നു എന്നൊരു തോന്നൽ. നമ്മൾ കരുതിയ പോലെ അവനൊരു ദുഷ്ടനായിരുന്നുവെങ്കിൽ രുദ്രയെ അവരുടെ കയ്യിൽ നിന്നും രക്ഷിക്കുമായിരുന്നു. പോരാത്തതിന് അവൾക്ക് വേണ്ടി അവൻ്റെ ചെറിയമ്മയോട് പോലും ഞങ്ങളുടെ മുൻപിൽ വച്ച എതിർത്ത് സംസാരിച്ചത് തന്നെ. രുദ്ര പറഞ്ഞതുപോലെ ബദ്രിയെ നമ്മൾ ആരും മനസ്സിലാക്കാത്ത മറ്റൊരു വശമുണ്ട് ഇതിനു പിന്നിൽ എന്നൊരു തോന്നൽ.
ഓ, അപ്പോൾ അവൻ അവളെ രക്ഷിക്കുന്ന നാടകം കണ്ടിട്ടാണോ നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതിനു മുൻപ് അവളോടും നിന്നോടും അവൻ ചെയ്തതൊക്കെ നീ മറന്നു? അത് നാടകമല്ല, ശരിക്കും ഞാൻ അവന് രുദ്രയോടുള്ള അവൻ്റെ ഇഷ്ടം ആ കണ്ണുകളിൽ കണ്ടതാ. പിന്നെ മുൻപ് അവൻ ചെയ്തതിനെപ്പറ്റി ഞാൻ ഒരുപാട് ആലോചിച്ചു ഇന്നലെ. ഒരു കണക്കിന് അവൻ്റെ സ്ഥാനത്ത് ഞാനായാലും അങ്ങനെ ചെയ്യൂ. കാരണം എല്ലാം രണ്ട് കൂട്ടർക്കുമിടയിൽ തെറ്റിദ്ധാരണ കൊണ്ടുണ്ടായതാ പലതും. നിന്റെ ഇതേ അഭിപ്രായമാണോ മറ്റുള്ളവർക്കുള്ളത്? അതെ, അവരും ഇത് തന്നെയാ പറയുന്നേ. ഓ, ഇപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നായി. ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്കിടയിൽ വന്ന ഞാനായിരായി. വെറും മണ്ടൻ. അങ്ങനെയാണോ നീയൊക്കെ കൂടെ എന്നെ കണ്ടിരിക്കുന്നേ? ഇല്ല വിശാൽ, ഞങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കൂടെയില്ല. ആയിക്കോട്ടെ, നന്നായിട്ടുണ്ട്. എല്ലാവരും കൂടെ എന്നെ വിഡ്ഢിവേഷം കെട്ടിപ്പിച്ച് ഇപ്പോൾ വന്നു നിന്ന് മാറ്റി പറയുന്നത് കാണുമ്പോൾ അവൻ ദേഷ്യത്തിൽ അവിടെ നിന്നും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഋഷിക്ക് നേരെ ചീറി. അപ്പോഴേക്കും പലരും അവരെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞത് നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാ. വെറുതെ രുദ്രയെ കിട്ടുമെന്ന് വിചാരിച്ച് നടന്നിട്ട് അവസാനം അവളെ കിട്ടിയില്ലെങ്കിൽ നീയായിട്ട് സങ്കടപ്പെടണ്ടല്ലോ എന്ന് ഓർത്താ ഞാൻ പറഞ്ഞേ. മതി, ഇനി നീയൊന്നും പറയണമെന്നില്ല. പറഞ്ഞെടുത്തോളം എനിക്കെല്ലാം മനസ്സിലായി. ഇതിൽ കൂടുതൽ ഇനി അറിയണമെന്നോ മനസ്സിലാക്കണമെന്നോ ഇല്ല എനിക്ക്. പക്ഷെ എന്നോട് ഈ കാണിച്ചതിന് അനുഭവിക്കും എല്ലാവരും. അത് ഓർത്തു വെച്ചോ എല്ലാവരും. അത്രയും പറഞ്ഞ് വിശാൽ പോകുമ്പോൾ ഋഷി പിന്നിൽ നിന്നും അവനെ വിളിച്ചു. പക്ഷേ അവൻ തിരിഞ്ഞുപോലും നോക്കാതെ ദേഷ്യത്തിൽ നടന്നു നീങ്ങി.